السلام عليكم ورحمة الله وبركاته. الحمد لله عظيم القدرة والشان شديد البطش والبرهان صلى الله على سيدنا محمد وعلى آله وصحبه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب. صدق الله مولانا العظيم. وإن قطعتني في الحب إرضاء لما سكن الفؤاد إلى سواك. فاعلموا أمة سيدنا محمد. സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ഈ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ദിക്റുകൾ കൊണ്ട് ഹൃദയശാന്തി കൈവരൂ എന്ന വിഷയമാണ് നമുക്ക് ഇന്നിവിടെ ഓർത്തെടുക്കാനുള്ളത്. ദിക്റുല്ലാഹി തപ്ത മനസ്സുകൾക്ക് ആശ്വാസത്തിന്റെ കുളിർ തന്നെ ലേകുന്നതാണ്. ഉലമാ വിവരിക്കുന്നത് പോലെ സ്രഷ്ടാവിനെ കുറിച്ചുള്ള പ്രതിഫലാർഹമായ വിചാരങ്ങളും വചനങ്ങളുമാണല്ലോ ദിക്റുകൾ. അതിഭൗതികതയുടെ അതിപ്രസരത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഹൃദയശാന്തിക്ക് വേണ്ടി നടന്നലയുന്നവർ നിരവധിയാണ്. വിശ്വാസിയുടെ ഹൃദയവും ദുഃഖഭരിതമായ സംഘർഷങ്ങൾ നിറഞ്ഞ ചില അവസ്ഥകളെ അഭിമുഖീകരിക്കാറുണ്ട്. ഒരിക്കലതാ ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അടുത്തെത്തിയ അയാൾ പറഞ്ഞു തുടങ്ങി, ഹുമൂമുൽ ലസിമത്തിനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്ങാൻ കഴിയാത്ത മനോവിഷമം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രവാചകൻ മറുപടി കൊടുക്കുന്നത്? പ്രഭാത പ്രദോഷ വേളകളിൽ അള്ളാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാനാണ്, ദുആ ചെയ്യുവാനാണ് പ്രവാചകൻ പറയുന്നത്. അഫലാ ഉഅല്ലിമുക കലാമ, ഞാൻ നിനക്കൊരു വാചകം പഠിപ്പിച്ചു തരാം. ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക, നീ അതൊരു വിട്ടാൽ നിന്റെ ദുഃഖങ്ങളെ അല്ലാഹു ഇല്ലാതാക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസൻ. അല്ലാഹുവേ, താങ്ങാൻ കഴിയാത്ത ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നോക്കൂ പ്രിയമുള്ളവരെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ, അശാന്തമായ ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കുന്നത് അല്ലാഹുവിന്റെ സ്മരണകൾ ഹൃദയത്തിലുണ്ടാകുമ്പോഴാണ്. സത്യവിശ്വാസത്തിന്റെ പ്രസാദ മധുരിമ കലർന്നതും അല്ലാഹുവുമായി നിതാന്ത ബാന്ധവം നിലനിർത്തുന്നതുമായ ഹൃദയങ്ങളുടെ ഉടമകൾക്ക് ആശ്വാസം ലഭിക്കുമെന്നല്ലേ അല്ലാഹു നമ്മോട് ഈ സൂക്തങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവാണ് തന്റെ സ്രഷ്ടാവെന്ന്, അവനാണ് തന്റെ പരിപാലകനെന്ന്, അവനാണ് തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നവനെന്ന വിചാരം ഹൃദയത്തിലുണ്ടായാൽ ദുഃഖിക്കേണ്ട, സങ്കടപ്പെടേണ്ട വല്ല ആവശ്യവുമുണ്ടോ മുഅ്മിനീങ്ങളെ? പ്രവാചകർ പഠിപ്പിച്ചല്ലോ, നിങ്ങളുടെ ഹൃദയം ദുഃഖഭരിതമാകുമ്പോ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്. വഫീ ഖബ്ലതിക നാസിയതി ബിയദിക, നിന്റെ പിടിവലയത്തിനുള്ളിലാണ് നാദാ ഞാൻ. മഹ്ലിം ഫീ ഹുക്മുക, നീ എന്ത് വിധിച്ചാലും അതിനിൽ കഴിഞ്ഞു പോകുന്നു റഹ്മാനേ. ഖുർആൻ നിന്റെ ഓർമ്മപ്പെടുത്തലാണല്ലോ. ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ, എന്റെ ദുഃഖങ്ങളില്ലാതാക്കാനുള്ള മാധ്യമമാക്കണേ. ബിദിക്രിക യജ്രി
കുല്ലു ഖൽബിൻ ഖദ് ഇഅ്തഖാ, എല്ലാ ഹൃദയങ്ങൾക്കും മോചനം ലഭിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ടാകുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിലും അല്ലാഹുവിനെ സംബന്ധിക്കുന്ന വിചാരങ്ങൾ സജീവമാകണം. അവന്റെ ദിക്റുകൾ നമ്മുടെ നാവുകളിൽ സദാ തത്തിക്കളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അല്ലാഹുവിനെ ഓർക്കുമ്പോഴല്ലാതെ ഹൃദയ ശാന്തമാകുന്നില്ല എന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി തീരണം. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം തങ്ങൾ പാടിയില്ലേ, ലമാസകനൽ ഫുആദു ഇലാ സിവാക, നീയില്ലാത്തൊരു മഖ്ലൂഖിനെ ഓർക്കുമ്പോഴും എന്റെ ഹൃദയത്തിന് ശാന്തത ഉണ്ടാകുന്നില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവേ, നിന്റെ ദിക്റിലും ഫിക്റിലുമായി ജീവിക്കുവാനുള്ള സൗഭാഗ്യം പാവങ്ങളായ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.